പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിനത്തില് യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഈ ദിനം, ഇത് വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമാകട്ടെ. ഒരു നേരത്തേക്ക് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് ശക്തമായ കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ വ്യാഴാഴ്ച രാത്രി ഒരു വ്യക്തി അച്ഛനെ വിളിച്ചിട്ട് പറയായിരുന്നു, അച്ഛാ ഞങ്ങള് ഈ അടുത്ത കാലത്ത് സ്ഥിരം കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിക്കായിരുന്നു, ബലിയർപ്പണത്തിന് പോകാൻ തോന്നുന്നില്ല അച്ഛാ. വചനം വായിക്കുന്ന വ്യക്തിയായിരുന്നു, വചനം വായിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ജപമാല, കുടുംബ പ്രാർത്ഥന ഒഴികെ വേറെ ഒരു ജപമാല ഇല്ല അച്ഛാ. പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ ഭയങ്കരമായ ഒരു അലസത കടന്നു വന്നു. എന്നിട്ട് അവര് തന്നെ പറയാണ്, സഹോദരി തന്നെ പറയാണ്, അച്ഛാ എൻ്റെ ഉള്ളിലൊരു ശക്തമായ ഒരു ഫീലിംഗ് ഉണ്ട് അച്ഛാ. എന്നൊക്കെ എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതത്തില് ഞാൻ താഴേക്ക് പോയിട്ടുണ്ടോ അന്നൊക്കെ ദുരന്തങ്ങളും ദുരിതങ്ങളും എൻ്റെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഒരു പക്ഷെ പറയത്തക്ക ദുരന്തങ്ങൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് വി ഫീൽ എ കൈൻഡ് ഓഫ് വാക്വം, ഒരു ശൂന്യത, അതിഭീമമായ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകലുക എന്ന് പറയുന്നത് ശരിക്കും അത് വലിയൊരു തകർച്ചയിലേക്ക് പോവുക എന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലെ അലസത, മടുപ്പ്, പ്രയാസം അവരൊക്കെ നോക്കിയേ ശക്തമായിട്ട് നാളെ തുടങ്ങി. നാളെ ശനിയാഴ്ചയാണ്. ഇന്ന് ഈവനിങ്ങിൽ എവിടെയെങ്കിലും കുർബാന ഉണ്ടെങ്കിൽ പോകണം. കുർബാന, ജപമാല, വചനവായന, കുമ്പസാരം, ഇത് പില്ലേഴ്സാണ്. ഇതിൽ നിന്ന് നമ്മൾ അകന്നോ പ്രിയ സഹോദരങ്ങളെ, കട്ടപ്പുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വരുന്ന 13-ാം തീയതി നമ്മുടെ പഴുവിൽ ഫൊറോനയിലെ കാറ്റഗിസം ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 ഡേ പ്രോഗ്രാം, അത് കൃത്യം 9:30 ആരംഭിക്കും. 4 മണിക്ക്. എല്ലാ മതാധ്യാപകർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അറിയാലോ, മതാധ്യാപകരുടെ ഒക്കെ ശരിക്കും ദൈവം വലിയൊരു റോളാണ് അവർക്ക് ഈശോ നൽകിയിട്ടുള്ളത്. ഈശോയുടെ പ്രബോധനാധികാരത്തിലാണ് ദൈവം അവരെ പങ്കുകാരാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ അതിന്റെ പ്രൊമോട്ടറാണ്. പഴുവിൽ ഫൊറോനയിലെ മതാധ്യാപകർ കാറ്റഗിസത്തിന്റെ പ്രൊമോട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് കുമ്പസാരിച്ച് നിൽക്കുന്ന ദിവസമാണ്. അത് പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടിയും അവരെല്ലാം വിശുദ്ധിയിലും കൃപയിലൊക്കെ വാഴപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാ മതാധ്യാപകരും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില മതാധ്യാപകർ ഫോണൊക്കെ ഉപയോഗിക്കാത്തവരുണ്ടാകും, ചിലപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞ് ഫോണൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അവരോട് പറയണം കേട്ടോ. മതാധ്യാപകരെ, നിങ്ങളുടെ ഒരു 1 ഡേ പ്രോഗ്രാം പഴുവിൽ ഫൊറോനയിലെ സെന്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൽ വരുന്ന 13-ാം തീയതി ചൊവ്വാഴ്ച നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞാലും ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ എന്നൊക്കെ നിങ്ങൾ മതാധ്യാപകരോട് സ്നേഹപൂർവ്വം പറയണം കേട്ടോ. മതാധ്യാപകർക്ക്, നമ്മുടെ ഫൊറോനയിലെ മതാധ്യാപകർക്ക്, ഈ പഴുവിൽ ഫൊറോനയിലെ മതാധ്യാപകർക്ക് ഭയങ്കര തീഷ്ണമതികളും അതുപോലെ തന്നെ ശക്തമായി ഈശോയെ സ്നേഹിക്കുന്നവരൊക്കെയാണ്. അപ്പം ഞങ്ങൾ ശരിക്കും ഒരുമിച്ച് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു കൃപ കർത്താവ് നമ്മുടെ മക്കളില് വർഷിക്കും എന്ന കാര്യത്തില് ഒരു സംശയമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ മതാധ്യാപകരോട് പറയണം, ഞങ്ങൾ പ്രാർത്ഥിക്കണ്ടോ, നിങ്ങളെ ചൊവ്വാഴ്ചയിലെ പ്രോഗ്രാമിന് വേണ്ടി, ആ ഒരു മൊണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണ്ടാന്ന് നിങ്ങൾ പ്രത്യേകമായിരുന്നു നിങ്ങളുടെ മതാധ്യാപകരോട്, പഴുവിൽ ഫൊറോനയിലെ മതാധ്യാപകരോട് നിങ്ങൾ പറയണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് ജെറമിയ 1:19. വചനം പറയാണ്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല, നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ഒറ്റപ്പെട്ട പോലെയൊക്കെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഒരു ആത്മീയ യുദ്ധത്തിന്. ഞാനൊരു ആത്മീയ വ്യക്തിയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു കുടുംബാംഗങ്ങൾ പോലും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. എപ്പോഴും കുറ്റപ്പെടുത്തലും ഒരു പരിഹസിച്ചുള്ള നോട്ടവും എല്ലാം ശരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു പ്രയാസമൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എങ്കിലും പ്രിയ സഹോദരങ്ങളെ, വചനം പറയാണ്, അവർ നിന്നോട് യുദ്ധം ചെയ്യും. ശരിക്കും യുദ്ധമുഖത്താണെന്ന് പലരും നിൽക്കുന്നത്, ആത്മീയമായിട്ട് ജീവിക്കുന്നവർ. എന്നാൽ വിജയിക്കില്ല. ആത്മീയ ജീവിതം ശക്തമായിട്ട് നയിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ യുദ്ധം ചെയ്തിട്ട് വിജയിക്കാൻ പറ്റില്ല. കാരണം വചനം എന്താണ് പറയുന്നത്? എന്നാൽ വിജയിക്കുകയില്ല. കാരണം എന്താ? നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവേ, എന്റെ രക്ഷയ്ക്ക് എന്റെ കൂടെ യേശു ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.